മമതാ ബാനർജിക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കേന്ദ്ര സർക്കാരിന് ഒരു തരത്തിൽ ആശ്വാസമാകുന്ന ഒരു വിധി, സിബിഐക്ക് ആശ്വാസമാകുന്ന വിധി. അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജീവ് കുമാർ സിബിഐക്ക് മുന്നിൽ ഹാജരാകണം. രവിശങ്കർ പ്രസാദ് ബിജെപി വക്താവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. Whether high people were involved or not, and regulatory failures. Today, this investigation must be done in a fair manner. Let us not politicize it. Today is a great moral victory of the CBI. സിബിഐയുടെ വിജയമാണ് ഈ വിധി എന്നാണ് ബിജെപിയുടെ പ്രതികരണം. ആദ്യ പ്രതികരണം ബിജെപിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് രവിശങ്കർ പ്രസാദിന്റെ പ്രതികരണമാണ്. ബിജെപി വക്താവ് ധാർമ്മികതയുടെ വിജയം എന്ന് മമത പറയുമ്പോൾ സിബിഐയുടെ വിജയമെന്ന് ബിജെപി പറഞ്ഞു വെക്കുന്നു. ഉണ്ണി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉണ്ണി, കോടതിയിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ. രഞ്ജിത്ത്, അതായത് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ സിബിഐ ചോദ്യം ചെയ്യലിനായി എത്തിയതിനെ തുടർന്നാണ് കൊൽക്കത്തയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് രാജീവ് കുമാർ സിബിഐ സംഘത്തിന് മുമ്പാകെ അന്വേഷണവുമായി സഹകരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ സഹകരിക്കണമെന്നായിരുന്നു സിബിഐ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ ചോദ്യം ചെയ്യലിന് സുപ്രീം കോടതി ഉപാധി വച്ചിരിക്കുന്നു എന്നതാണ് മമതാ ബാനർജിക്കും ബംഗാൾ സർക്കാരിനും ഒപ്പം രാജീവ് കുമാറിനും ഭാഗികമായെങ്കിലും ആശ്വാസമാകുന്ന തീരുമാനം. കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു ന്യൂട്രൽ സ്ഥലം എന്ന രീതിയിൽ ഷില്ലോങ്ങിൽ വെച്ചായിരിക്കണം ഈ ചോദ്യം ചെയ്യൽ നടത്തേണ്ടത്. ചോദ്യം ചെയ്യലിനുള്ള സമയപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ബലപ്രയോഗമോ അറസ്റ്റോ ഏതെങ്കിലും പ്രതികൂല നടപടികളോ രാജീവ് കുമാറിനെതിരെ സിബിഐ സ്വീകരിക്കരുതെന്നാണ് ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സുപ്രീം കോടതി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഫെബ്രുവരി 20-നാണ് ഇനിയിപ്പോൾ കേസ് പരിഗണിക്കാനായി നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം സിബിഐ മറ്റൊരു കോടതിയലക്ഷ്യ ഹർജി കൂടി ഈ കേസിൽ ഫയൽ ചെയ്തിരുന്നു. കോടതിയലക്ഷ്യ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കൊൽക്കത്ത DGP, ചീഫ് സെക്രട്ടറി ഒപ്പം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമോ മറ്റ് നടപടികൾ എന്താണെന്ന് കോടതി ഇനിയിപ്പോൾ 20-ാം തീയതി മാത്രമേ നിശ്ചയിക്കാൻ സാധ്യതയുള്ളൂ. അതിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെബ്രുവരി 18 ആ വിശദീകരണം പരിശോധിച്ച ശേഷമായിരിക്കും സിബിഐ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചതടക്കമുള്ള കൊൽക്കത്ത പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നടപടിയിൽ കോടതി ലക്ഷ്യമുണ്ടോ എന്ന് സുപ്രീം കോടതി നിശ്ചയിക്കുക. ഏതായാലും ഈ വിധിയെ ആകെത്തുകയായി നോക്കുകയാണെങ്കിൽ ഇതൊരു വളരെ ബാലൻസ്ഡ് ആയ വിധി എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് നിയമവൃത്തങ്ങളും മറ്റും നടത്തുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും വിജയമെന്ന് അവകാശപ്പെടാനുള്ള ചില വകുപ്പുകൾ ഈ വിധിയിലുണ്ട്. ഒപ്പം സിബിഐയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിബിഐക്കും രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നത് അവരുടെ വിജയമായി അവകാശപ്പെടാൻ കഴിയും. കാരണം ഇന്നിപ്പോൾ സിബിഐ നൽകിയ അധിക സത്യവാങ്മൂലത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് 2017-ലും 18-ലുമൊക്കെയായി നിരവധി നോട്ടീസുകൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി രാജീവ് കുമാറിന് അയച്ചിരുന്നു. പക്ഷേ അന്വേഷണവുമായി രാജീവ് കുമാർ സഹകരിക്കുന്നില്ല എന്നാണ് ഉന്നയിച്ചിരുന്ന ആരോപണം. സിബിഐ നൽകിയ അധിക സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യം, ഒപ്പം സിബിഐക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ രാജീവ് കുമാറിന്റെ പങ്ക് സംബന്ധിച്ച് നടത്തിയ വാദങ്ങളൊക്കെയാണ് രാജീവ് കുമാർ അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഉത്തരവിലേക്ക് സുപ്രീം കോടതിയെ എത്തിച്ചിരിക്കുന്നത്. ഈ ചിട്ടി തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയെ കശ്മീരിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരുന്നു. ലാപ്ടോപ്പിലുള്ള രേഖകൾ വിവർത്തനം ചെയ്ത് ട്രാൻസ്ക്രൈബ് ചെയ്ത് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് നൽകാൻ രാജീവ് കുമാർ തയ്യാറായിരുന്നില്ല. രാജീവ് കുമാർ ആയിരുന്നു ഈ കേസ് തുടക്കത്തിൽ അന്വേഷണ മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ. അങ്ങനെ ആ രേഖകൾ പകർത്തി നൽകാത്തതും ഒപ്പം കോൾ റെക്കോർഡുകളിൽ കൃത്രിമം കാണിച്ചതും അടക്കമുള്ള ആരോപണങ്ങളാണ് രാജീവ് കുമാറിനെതിരെ തെളിവ് നശിപ്പിച്ചതിന് ഉണ്ടെന്ന് സിബിഐ ചൂണ്ടിക്കാട്ടിയത്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണവുമായി ഉദ്യോഗസ്ഥൻ സഹകരിക്കണമെന്ന് ഉത്തരവ് ഇന്ന് കോടതി ഇറക്കിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിജെപിക്ക് ആശ്വാസകരമായി രവിശങ്കർ പ്രസാദിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ധാർമ്മികതയുടെ വിജയമെന്ന് മമതാ ബാനർജി പറയുമ്പോൾ ബിജെപി വക്താവ് പറയുന്നത് സിബിഐയുടെ വിജയം എന്നാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയം എന്നാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു മമതാ സർക്കാർ. കോടതി വിധി സിബിഐയുടെ വിജയം. ചിട്ടിത്തട്ടിപ്പിലൂടെ സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കപ്പെട്ടു എന്നും വിധി സ്വാഗതാർഹമെന്നും ബിജെപിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അതേസമയം ധാർമ്മികതയുടെ വിജയം, വിധിയെ മാനിക്കുന്നു, പോരാട്ടം തുടരും, മോദിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നാണ് മമതാ ബാനർജി പറഞ്ഞു വെക്കുന്നത്. പ്രധാന വാർത്തയിലേക്ക് പോയാൽ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയിൽ നാളെ നിർണായക നടപടികൾ. രാവിലെ 10:00 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ ഹർജിക്കാർക്കും സർക്കാരിനും വേണ്ടി കോടതിയിൽ അണിനിരക്കും. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ സുപ്രീം കോടതി ഉറച്ചു നിൽക്കുമോ അതോ വിധി പുനഃപരിശോധിക്കുമോ? വിശ്വാസികളും നിയമരാഷ്ട്രീയ കേന്ദ്രങ്ങളും 4 മാസമായി ആകാംക്ഷയോടെ ആവർത്തിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം നാളെ സുപ്രീം കോടതി നൽകിയേക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. ഡിസംബർ 28 വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രിയും അയ്യപ്പ ഭക്തരും സംഘടനകളും നൽകിയ 56 ഹർജികളാണ് പരിഗണനയിൽ. മോഹൻ പരാശരൻ, വി ഗിരി, ശ്യാം ദിവാൻ, രാജീവ് ധവാൻ തുടങ്ങി
മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കോടതിയിൽ വാദത്തിനായി ഹാജരാകും. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനാൽ സുപ്രീംകോടതി വിധി നടപ്പായതായി സർക്കാർ കോടതിയെ അറിയിക്കും. വിവാദമായ 51 പേരുടെ പട്ടിക തിരുത്തി 17 ആക്കിയെങ്കിലും ഇത് സമർപ്പിക്കുമോ എന്ന് വ്യക്തതയില്ല. വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചാൽ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് തുടർവാദത്തിനുള്ള സമയക്രമം കോടതി നിശ്ചയിക്കും. മറിച്ചാണെങ്കിൽ ഹർജികൾ തള്ളും. വിഷയം കൂടുതൽ പരിശോധനയ്ക്കായി 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയെന്നതാണ് കോടതിക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം പ്രസിഡന്റ് പത്മകുമാർ സംസാരിക്കുന്നു. ഞാനും പറഞ്ഞല്ലോ, അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ശുദ്ധിക്രിയ നടത്തേണ്ടതായിട്ടുണ്ട്. ശുദ്ധിക്രിയ നടത്തുകയാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു അനുമതി ലഭിക്കുന്നതിന് മുമ്പ് നമ്മളെ അറിയിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞല്ലോ. അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഒരു ഫോണിൽ വിളിച്ച് പറയലല്ല വേണ്ടത്. ദേവസ്വം ബോർഡ് ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ, അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. മണ്ഡല മകരവിളക്ക് കാലത്ത് ആകെ പ്രവേശിച്ചത്, സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രവേശിച്ചത് 2 യുവതികൾ മാത്രമാണെന്നാണ് സർക്കാർ ഇന്നലെ നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. ആ 2 എന്ന സംഖ്യയിൽ ഇപ്പോൾ ഉറപ്പിക്കാമോ? ദേവസ്വം ബോർഡ് അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ല, അതിപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ച് 2 പേര് കയറി എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ ഇതുവരെ ദേവസ്വം ബോർഡ് ഇതുവരെ ഒരു കണക്കും പറഞ്ഞിട്ടില്ല. കണക്ക് പറഞ്ഞിട്ടുള്ളവരോടൊക്കെ ചോദിക്കില്ല. ദേവസ്വം ബോർഡിന്റെ കണക്കാണ് സർക്കാരും അപ്പോൾ വിശ്വസിക്കുന്നത്. അല്ല, അങ്ങനെ വേണമല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തയിലേക്ക് പോയാൽ വയനാട് പീഡനക്കേസിൽ കോൺഗ്രസ് നേതാവ് എം ജോർജ് കീഴടങ്ങി. മാനന്തവാടി SMS DYSP മുമ്പാകെയാണ് ജോർജ് കീഴടങ്ങിയത്. വീട്ടുജോലിക്ക് നിന്ന ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ ഒളിവിലായിരുന്നു. ഏറ്റവും പുതിയ വിവരം അതുതന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ 1.5 ആഴ്ചയായി ഒളിവിലായിരുന്നു ഈ നേതാവ്. പീഡനക്കേസിൽ ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്നു. ഇയാളിപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. OM ജോർജ് എന്ന വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. പാർട്ടി ഇയാളെ പുറത്താക്കിയിരുന്നു ഈ വിവരം പുറത്തുവന്ന ഉടൻ. കൊച്ചി തേവരയിൽ ലൈംഗിക പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ മാതാപിതാക്കൾ. പരീക്ഷയിൽ തോറ്റതിനാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അയൽവാസിയും സുഹൃത്തുക്കളും പീഡിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് നൽകിയ മൊഴി. കഴിഞ്ഞ മാസം 8-നാണ് കോന്തുരുത്തി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 14-ന് മരിച്ചു. അയൽവാസിയായ ബിജുവും കൂട്ടുകാരും ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മരണമൊഴി. ബിജു ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ പരീക്ഷയിൽ തോറ്റതിലെ നിരാശ മൂലമാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. വലിയ പിടിപാടുള്ളതുകൊണ്ട് എൻ്റെ കൊച്ചി ഞങ്ങൾ നിരപരാധി ആയതുകൊണ്ട് എൻ്റെ കൊച്ചിന് പരീക്ഷക്ക് മാർക്കില്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തതായിട്ട് എഴുതി തള്ളാനാണ് എല്ലാവരും പരിപാടി എന്ന് തോന്നുന്നത്. അതുപോലെയാണ് റിപ്പോർട്ട് കണ്ടപ്പോഴും. 1-ാം പ്രതി ബിജുവിന്റെ പേര് ഇജുവെന്നാണ് കേസ് രേഖകളിൽ ചേർത്തിരിക്കുന്നത്. വിലാസവും പെൺകുട്ടിയുടെ പ്രായവും തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ബിജുവിന്റെ പേര് ഇജു എന്നാണ് വന്നേക്കുന്നത്. അഡ്രസ് ഇല്ല, വീട്ടുപേരില്ല. പേപ്പറിൽ വന്നപ്പോഴും ഇത്രയും വലിയ സംഭവം നടന്നിട്ടും പോലീസുകാർ കൊടുത്തപ്പോൾ ഒരു കുഞ്ഞു പടം, ഇത്രയുള്ള ഒരു കുഞ്ഞു പടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാരും കാണണമെന്നില്ല. സ്കൂളിലെ ചില അധ്യാപകരും കുട്ടിയെ അധിക്ഷേപിച്ചതായി പരാതിയുണ്ട്. ബാസ്കറ്റ്ബോൾ താരമായിരുന്ന പെൺകുട്ടി കോട്ടയത്ത് സംസ്ഥാന സ്കൂൾ കായികമേളയിലും പങ്കെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. സ്ത്രീവിരുദ്ധ പരാമർശ കേസിൽ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഹൈക്കോടതി കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, വിവരങ്ങൾ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ NDA നടത്തിയ മാർച്ചിനിടെയായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദമായ പ്രസംഗം. ചവറയിൽ ഒക്ടോബർ 12-നായിരുന്നു വിവാദമായ പ്രസംഗം നടത്തിയത്. ഇതിൽ നേരത്തെ പോലീസ് കേസെടുക്കുകയും കൊല്ലം തുളസി ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആദ്യം കൊല്ലം സെഷൻസ് കോടതിയെയും പിന്നീട് ഹൈക്കോടതിയും സമീപിച്ചിരുന്നു. എന്നാൽ ഈ 2 മുൻകൂർ ജാമ്യാപേക്ഷകളും കോടതി തള്ളുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇദ്ദേഹം കൊല്ലം തുളസി ഇന്ന് കീഴടങ്ങിയത്. രാവിലെ 10 മണിയോടുകൂടി ചവറ പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ചവറ മജിസ്ട്രേറ്റ് മുന്നിലാണ് ഹാജരാക്കുക. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത്. ജഡ്ജിമാർ ശബരിമലയിലെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരെ ശുംഭന്മാർ എന്നാണ് കൊല്ലം തുളസി വിശേഷിപ്പിച്ചത്. മാത്രമല്ല ശബരിമലയിലേക്ക് വരാനിരിക്കുന്ന സ്ത്രീകളെ 2ആയി വലിച്ചു കീറണം, കീറി ഒരു ഭാഗം ഡൽഹിയിലേക്കും മറ്റൊരു
ഭാഗം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്കും ഇട്ടുകൊടുക്കണമെന്നുമായിരുന്നു കൊല്ലം തുളസി നടത്തിയ വിവാദമായ പരാമർശം. ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഒപ്പം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആദ്യം സെഷൻസ് കോടതിയെ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ രണ്ടിടത്തു നിന്നും കൊല്ലം തുളസിക്ക് തിരിച്ചടി നേരിടുകയായിരുന്നു. BJPയുടെ NDAയുടെ റാലിയിലാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ്, ചവറയിൽ നടന്ന പരിപാടിയിലാണ് ഒക്ടോബർ 12-ന് ഇത് സംബന്ധിച്ച വിവാദമായ പരാമർശം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം തുളസിയുടെ അറസ്റ്റ് ഇപ്പോൾ ചവറ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി ശ്യാം. പോലീസിന്റെ സേവനങ്ങൾ സംഗീത ആൽബത്തിലൂടെ പരിചയപ്പെടുത്തി കൊച്ചി സിറ്റി പോലീസ്. പാട്ടെഴുതിയും പാടിയും അഭിനയിച്ചുമെല്ലാം കാക്കിക്കുള്ളിലെ കലാകാരന്മാർ പോലീസ് ദ ഡിഫൻഡേഴ്സ് എന്ന ആൽബം മനോഹരമാക്കി. പോലീസിന്റെ നല്ല മുഖം വരച്ചു കാട്ടാൻ പോലീസുകാർ തന്നെയാണ് ഈ ആൽബം ഒരുക്കിയത്. പോലീസ് എന്നാൽ കാക്കിയും ലാത്തയും മാത്രമല്ലെന്ന് കാണിച്ചു തരികയാണ് പോലീസ് ദ ഡിഫൻഡേഴ്സ് എന്ന സംഗീതാൽബം. പോലീസിന്റെ വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ഡിഫൻഡേഴ്സ് എടുത്തു കാണിക്കുന്നത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരനായ മനോജ് കുമാർ നാരായണനാണ് പാട്ടെഴുതിയത്. ഇന്റലിജൻസ് CI വിജയ് ശങ്കറും സീനിയർ CPO വിനോദ് കൃഷ്ണയുമാണ് ആൽബത്തിൽ പാടിയത്. ശരത് മോഹന്റേതാണ് സംഗീതവും സംവിധാനവും. ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആൽബം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചി സിറ്റി പോലീസ്. അതിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ എല്ലാം തന്നെ പോലീസ് ഓഫീസർമാരാണ് അത് ചെയ്തിരിക്കുന്നത്. പോലീസ് ഓഫീസർമാർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതൊരു മെസ്സേജ് സൊസൈറ്റി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കൊച്ചി സിറ്റി പോലീസ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. താങ്ക് യു. 2 മാസത്തോളം എടുത്താണ് ആൽബം പൂർത്തിയാക്കിയത്. ഒട്ടേറെ സാമൂഹ്യ വിഷയങ്ങളിലൂന്നി ശ്രദ്ധേയമായ ആൽബങ്ങൾ ഒരുക്കിയ ഷീ മീഡിയാസുമായി സഹകരിച്ചാണ് കൊച്ചി സിറ്റി പോലീസ് ഡിഫൻഡേഴ്സ് ഒരുക്കിയത്. ന്യൂസ് 18 കൊച്ചി.